അപ്പൊ നമ്മള് വന്നപ്പോത്തിനെ ഒരു മരം തട്ടിയാണ് പോയിക്കണു. ഓല ആ റോട്ടുമ്പൊക്കെ പാടെ തട്ടിക്കാണ് ഓലാണ് പോണാണ്. അല്ലെങ്കിൽ ഞായറാഴ്ച മില്ലിൽ പണിക്കാരില്ലാത്ത നേരത്തെ ഒരു വരുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇനി ഞായറാഴ്ച അല്ലാത്ത ദിവസമേ റോഡിറക്കാൻ പറയാം നമുക്ക്. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്താലോ, HMനെ സ്കൂൾക്ക് വിളിക്കണ്ടേ, ഞാൻ അങ്ങോട്ട് പോയാലോ? എന്നാ പോയിക്കോ. അതിന്റെ അടുത്ത് വണ്ടി ഉണ്ടോ? സ്കൂട്ടർ ഉണ്ട്. എന്നായിക്കോട്ടെ. ഇതാണല്ലേ ടീച്ചറെ നമ്മുടെ സ്കൂള്? അതെ, നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. എന്നും ഞങ്ങള് നടന്നു തന്നെ വരാറില്ലേ, നമ്മളെ വീട്ടിൽ ഇത്ര ദൂരല്ലേ, കണ്ടില്ലേ? ഓ, നമ്മള് HM നമ്മളെ കാത്തിരിക്കയാണ്. മാഷ കയ്യിൽ എന്ത് പറ്റിയതാ? അത് ആക്സിഡന്റ് പറ്റിയതാ, ബൈക്കിന്ന് വീണതാ. അതെയോ? ടീച്ചറെ, ഇതാണ് പുതിയ ടീച്ചർ അല്ലേ? ടീച്ചർ. അതെ അതെ, അങ്ങനെയല്ലേ പേര്? നമ്മളെ സ്കൂളൊക്കെ ഒന്ന് നേരത്തെ കാണാൻ വെച്ചിട്ട് വീട്ടിൽ നേരത്തെ വന്നിരുന്നു, അങ്ങനെ ഒന്ന് കൊണ്ടുവന്നതാ. മിനി ടീച്ചർക്ക് നേരത്തെ ടീച്ചറെ പരിചയമുണ്ടോ? മാഷേ, ഞങ്ങള് 3 വർഷമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്കൂളില്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു, ഇന്നലെ വന്നു. അതുകൊണ്ട് നമ്മള് സ്കൂളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഒന്നിച്ചൊന്ന് പരിചയപ്പെടാച്ചു വന്നു അല്ലേ? ഏതായാലും ടീച്ചർ വരൂ, നമുക്ക് നമ്മുടെ സ്കൂളൊക്കെ ഒന്ന് നടന്നു കാണാം. നമ്മുടെ സ്കൂള് ഈ പരിസരത്ത് ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു സ്കൂളാണ്. വളരെ നന്നായിട്ട് പോകുന്ന ഒരു സ്കൂളാണ്. ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമുള്ള ഒരു സ്കൂളാണ്. എല്ലാ സൗകര്യങ്ങളും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ സ്കൂളിൽ 2-3 റൂമുകൾ ഹൈടെക് ആണ്. അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നമ്മളെ സ്കൂൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഏകദേശമൊക്കെ സ്കൂളിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? കുറച്ചൊക്കെ മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. ബാക്കി ഞാൻ തുടർന്ന് അങ്ങനെ പോകുമ്പോൾ എനിക്ക് പരിചയപ്പെട്ടു പോയിക്കോളൂ. പിന്നെ ടീച്ചറെ, അബൂക്കൻ്റെ വീട്ടിൽ പോയിരുന്നോ? ഇല്ല, പോയിട്ടില്ല. ഇവിടെ വന്നിട്ട് കാണിച്ചിട്ട് ഒന്ന് മാഷയും കൂട്ടി പോവാന്ന് വിചാരിച്ചു. എന്തേ രതീഷ വൈകി? ഇത് നമ്മുടെ പുതിയ ടീച്ചറാ, സലീന ടീച്ചർ. നമ്മുടെ പ്യൂണ് രതീഷ്. മിനി ടീച്ചറെ, സലീന ടീച്ചറുടെ താമസ സൗകര്യമൊക്കെ? അത് എന്റെ കൂടെ താമസിക്കാം. അങ്ങനെയാണ്. അതുകൂടെ നമുക്ക് ചോദിക്കാൻ വേണ്ടി മാഷടുത്ത് പോകണം വിചാരിച്ചത്, നമ്മളെ അബുക്കാന്റെ അടുത്തേ. മാഷ് കുറെ നേരം വന്നിട്ട് അബൂക്കാന്റെ മില്ലിലേ മരലോട് വന്നു പറഞ്ഞു. അപ്പൊ അവർക്ക് ഇറക്കാനുള്ള സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയത്. അത് നേരം വൈകിയത്. ഇതാ ടീച്ചറല്ലേ പുതിയ ടീച്ചറെ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലേ നമ്മുടെ രതീഷിനായിട്ട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓയ്, എന്തപ്പാ? കഞ്ഞി അയക്കണേ, കഴിച്ച് കഞ്ഞിന്റെ അടുത്തപ്പാക്ക്. കഞ്ഞി ആയിട്ടില്ലപ്പാ, കഞ്ഞി ഇപ്പൊ ആക്കി തരാം. നിങ്ങൾക്ക് അറിയില്ല, ഈ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ പിന്നോലെ നടന്നിട്ട് ഞാൻ ആകെ പ്രാന്തയിക്കണം. ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങളാ വേണ്ടത്. എന്റെ പടച്ചോനെ, പിന്നെ തുടങ്ങിയില്ലേ? ആ സ്കൂളും മദ്രസ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഓന്റെ കളറൊക്കെ കേടെടുത്താണ് എന്റെ കളർ എടുത്ത് വാങ്ങിത്തരേ. ജനിവിടുന്ന് കച്ചറ ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ ഉമ്മമാരുടെ അടുത്ത് കൊണ്ടാക്കും. പച്ചിന് വരട്ടോ. അടിക്കാൻ പോനതെ അന്റെ കുഞ്ഞ് കേടെടുത്തിയതല്ലേ? നാ 2 എണ്ണം പിടിച്ചേ, നാ ഇത് ഉജ്ജു പിടിച്ചേ. നിങ്ങളെ ഒച്ചപ്പാട് ഇവിടുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളി. എന്താണ് അസ്മാബി ഇവിടെ ഒരു ഒച്ചപ്പാട്? എന്താന്നുള്ളത് ഇപ്പൊ ഇജ്ജ് കണ്ടില്ലേ? ഓരോ ദുൽമ്, ഓരോ കേസ് തീർക്കാൻ തന്നെ എനിക്ക് പണിയുള്ളൂ. ഇജ്ജ് പോവാനായോ? എനിക്ക് ഞാൻ ചായ എടുത്ത് തരാം. എനിക്ക് ചായ ഒന്നും വേണ്ട, എനിക്ക് സമയം ഞാൻ പുറത്തു വിളിച്ചാ. കാക്ക പോയിക്കണ? കാക്ക പോയേ, കാക്ക കുറെ നേരത്തെ പോയിക്കണല്ലോ. വെറുതെ അല്ല മോന് ദിവസം ഇങ്ങനെ കച്ചറ. ഞാൻ പോട്ടെ. കളറാ? ആയിക്കോട്ടെ, പിന്നല്ലാതെ ഞാൻ കൊണ്ടേട്ടാ. ആപ്പ കൊന്നിട്ട് ഇപ്പൊ എനിക്ക് കിട്ടും, നോക്കിന്നോ. ഞാൻ അങ്ങാടിക്കാണ്. അങ്ങാടി കിടക്കാൻ തന്നെയല്ലേ നേരമുള്ളൂ. ഞാൻ ഒരാളെ കാണാനാണ്, ഇപ്പോണ്ട് വരാം. വലൈക്കും അസ്സലാം. എന്തൊക്കെ മുത്തപ്പ വർത്താനം? അവുട്ടി ഇവിടെ ഉണ്ടാ? അവുട്ടിയെ ഇപ്പൊ പുറത്ത് കണ്ടുപോയി. നമ്മളെ പ്യൂണും രതീഷില്ലേ, ഓന്റെ കൂടെ പോയതാണ്. ഇജ്ജ് കൂടുന്ന വരുന്ന പെരീന്ന് തന്നെ ഇതവിടെ കുത്തിർക്ക്. ഞാൻ ഇരിക്കല്ല മുത്തപ്പ. ഞാൻ നമ്മളെ അവുട്ടിനെ കണ്ടിക്കാണ്ടേ ഒരു കാര്യം പറയും വേണം. പിന്നെ കുറച്ചൊക്കെ ഇപ്പൊ നിങ്ങളും അറിയും വേണം ഈ കാര്യങ്ങളെ. അതെന്താടാ, അവിടെ പെരീര് വലിയ പ്രശ്നമുണ്ടാ? അത് പെരീലെ കാര്യമൊന്നല്ല മുത്താപ്പ. ഞാൻ നമ്മളെ അസ്ലാമിന്റെ കാര്യങ്ങളെ
ഓരോന്നും ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ കേട്ടു. അപ്പൊ അത് അബുട്ടിന്റെ ചെറുതിൽ പെട്ടക്കണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ നിങ്ങളൊന്നും അറിയുമാണല്ലോ. ഏതായാലും ഒന്നേ ശ്രദ്ധിച്ചാണ്ടി. പിന്നീട് ചീത്തപ്പേരോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിന് ഇതിലൊക്കെ ഒരു വിഷയമായിട്ട് മാറും. നമ്മൾ അസ്ലമല്ലേ ആ കുതിരനോട് പറഞ്ഞാൽ കേൾക്കുമല്ലോ അല്ലേ. ഓന് എത്ര ഞാൻ പഠിപ്പിച്ചതാണ് അറിയാക്ക്. ഓന്റെ ബാലാക്കന്മാരൊപ്പം അങ്ങനെയാണ് നടക്കും നേരം വെളുത്താല്. അതന്നെ മുത്താപ്പ ഞാൻ പറഞ്ഞതേ. ഓനല്ല വലിയ വിഷയേ, ഓൻ്റെ ഒപ്പം നടക്കേണ്ട ആളുകളാണേ. അപ്പൊ എന്തായാലും ശരി, വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ഒക്കെ ആവുമ്പോള്. അതന്നെ മുജീബ ഞാൻ പറഞ്ഞത്. ആ മില്ലിൽ പോയിട്ട് ആ കുട്ടീനൊന്ന് സഹായിച്ചു കൊടുത്താല് ഓനക്കൊരു ആശ്വാസാവൂലേ. ഓൻ അതിനും കിട്ടൂല. മൂത്തപ്പ ഓന്റെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞത്. ഓന്റെ കൂട്ടുകെട്ട് ചോകില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഓന്റെ പ്രായം എന്ന് പറഞ്ഞപ്പോ അത്രയല്ലേ ആയിട്ടുള്ളൂ. അത് ശരിയായിക്കോളൂ. ശരിയായാ മതി. ഇത് ചായ വെള്ളം കുടിച്ചോ? അസ്മാവി അവിടെ ഉണ്ടാവും. അസ്മാവിയെ ആയിക്കോട്ടെ മൂത്താപ്പ. ടീച്ചറേ, ഇതാണ് നമ്മുടെ മാനേജറുടെ വീട്. അവിടെ ഉണ്ടോന്ന് നോക്കുക, പോയി നോക്കാം. ആ മാഷ വരും കേറിയിരിക്കും. ഇപ്പാ ആ ആരാ? നമ്മളെ സമ്മത് മാഷാണേ. ആ കേറിയിരിക്കേ. ഇതാണോ അബുക്ക? അല്ല, ഇത് അബുക്കല്ല, ഇതൊരു മാപ്പിയാണ്. പേതിനാച്ചി അറിയാം. അജയരെ, ഇതാണ് ഇപ്പൊ സ്കൂളില് പുതിയതായിട്ട് വന്ന ടീച്ചർ, സെലീന ടീച്ചർ. അജയരേക്ക, ഞങ്ങൾ ഒന്നിച്ചൊരു സ്കൂളിന് മുമ്പേ വർക്ക് ചെയ്താണ്. നല്ലോണം അറിയും. അബുക്കെ എവിടെ പോയി അജയരെ? ആ കുട്ടി ആ മില്ലിൽ മരം വന്നിക്കണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയതാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഈ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ. ആ കുട്ടിയല്ലേ നോക്കണം. ഓനൊന്ന് കണ്ടാളി. എന്നാ പിന്നെ ടീച്ചറെ നമ്മൾ പോവല്ലേ? അജയരെ, നിങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഞങ്ങളിപ്പോ പോവല്ലേ? ടീച്ചറൊക്കെ പുതിയതായിട്ട് പെരീക്ക് വന്നതല്ലേ. ഒരു വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോവാ. അസ്മാവി. അല്ല അജയരെ, ഇപ്പൊ വേണ്ട, ഞങ്ങൾ പിന്നെ ഒരു സാക്കാം നമുക്ക്. ആ ടീച്ചറെ, അബൂക്ക് എത്തിയിട്ടുണ്ട്. അബൂക്ക് എന്നെ കൂടെ കണ്ടിട്ട് പോവാം. ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട്. അബൂക്ക, ഇതാണ് സ്കൂളിൽ പുതിയതായിട്ട് വന്ന ടീച്ചർ, സെലീന ടീച്ചർ. ആ ടീച്ചർ വരുമെന്ന് മാഷ് പറഞ്ഞിരുന്നു. ടീച്ചർ എപ്പോഴെത്തി? ആ ഇന്നലെ രാത്രിയിലെത്തി ടീച്ചറുടെ വീട്ടില്. ഇന്നിപ്പോ സ്കൂളിലൊന്ന് പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ആ ടീച്ചറെ പേരിപ്പോൾ എന്താ പറഞ്ഞാൽ മറന്നല്ലോ. പിന്നെ എവിടെ ഞങ്ങൾ സ്ഥലം പറഞ്ഞത്? എൻ്റെ പേര് സെലീന, സ്ഥലം ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയാണല്ലേ. പിന്നെ മാഷേ, നാളെ ടീച്ചറുടെ ജോയിൻ ചെയ്യണ്ടേ? അപ്പൊ ടീച്ചറെ താമസ സൗകര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടേണ്ടേ? ആ ടീച്ചർ ഇപ്പൊ എന്റെ കൂടെ താമസിക്കാന്നാ ഉദ്ദേശിക്കുന്നത്. അത് ബാബാക്കനോട് ചോദിച്ചിട്ടാവാന്ന് വിചാരിച്ചു. ആ എന്നാ പിന്നെ മിനി ടീച്ചറെ അതാ നല്ലത്. നിങ്ങളെ കൂടെ ആവുമ്പോഴേ വീട്ടിൽ നിങ്ങളിപ്പോൾ ടെൻഷനേ ഉള്ളൂ. എന്നാ അങ്ങനെ ചെയ്യ ടീച്ചറെ. എന്നാ മാഷേ ശരി. ടീച്ചറെ, നമ്മുടെ വെള്ളം കുഴൽക്കിണറിൽ വെള്ളമൊന്നും അല്ലല്ലോ. മുടിയൊക്കെ പോവോ? ആ ടീച്ചറെ, കുളി കഴിഞ്ഞോ? ആ ഇവിടെ കിണർ വെള്ളം തന്നെയാ. ഞാൻ അത്ര കാലം ഉപയോഗിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലേ? അല്ല ടീച്ചറെ, രാത്രിക്ക് എന്താ നമുക്ക് ഉണ്ടാക്കേണ്ടത്? ഞാൻ ചപ്പാത്തി കഴിക്കാറുള്ളത്. ടീച്ചർക്കാണെങ്കിൽ ചോറുണ്ടാക്കാം. ഓ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ടീച്ചറെ. എന്താണേലും മതി. ചപ്പാത്തി ഉണ്ടല്ലോ, മതി. പിന്നെ ഇവിടുത്തെ ഈ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് ടീച്ചറെ? നല്ല സഹകരണമുള്ളവരൊക്കെയാണോ? പുതിയ സ്ഥലമായതുകൊണ്ട് നല്ല ആൾക്കാരാ. എന്താ വെച്ചാല് നമ്മളെ ഇപ്പൊ അബ്ബ കണ്ടില്ലേ, നമ്മള് ചെന്നപ്പോ കണ്ടില്ലേ, നല്ല സഹകരണം. എന്ത് വേണമെങ്കിൽ അവരോട് പോയി പറഞ്ഞാൽ മതി. വേറെ ഒരു കുഴപ്പമില്ല. കുട്ടിയാ കണ്ടു പൊടിച്ച നമ്മളെ സ്കൂളിലെ പുതിയ ടീച്ചർ വന്നിട്ടുണ്ടല്ലോ. മിനി ടീച്ചറൊക്കെ ഒപ്പം വർക്ക് ചെയ്ത ആളാന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. നിങ്ങളെ കണ്ടീനോ? ആ ഒരു പെരേക്ക് വന്നിനടാ. ആ കാക്ക എനിക്ക് ആ എവിടെയെന്നാ കുട്ടിയെ? ഞാനവിടെ മില്ലിന്റെ അവിടെ പോയിരുന്നു. അപ്പൊ അവിടെ കണ്ടില്ല. രാവിലെ ഞാൻ പരത്തടെ പോയിരുന്നു. അപ്പൊ ഇജു ജരീസും കൂടി അങ്ങോട്ട് പുറത്ത് കഴിക്കാൻ ഇറങ്ങിയതാണ് അറിഞ്ഞു. ഇപ്പൊ ആകെ ക്ഷീണിച്ചക്കൊണ്ടല്ലോ. അപ്പൊ ആരെ കാണിക്കലേ? ആ അത് കാക്ക മരലോട് വന്ന് പറഞ്ഞപ്പോഴേ രതീഷ് വന്ന് വിളിച്ചപ്പോ ഞാനും ഓനും കൂടി പോന്നേ. ഇപ്പാനെ നമ്മള് പയോടത്ത് തന്നെ കോഴിക്കോട് ഡോക്ടറെ നമ്മള് കാണിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കാണിച്ചല്ലേ. ഇപ്പാക്ക് പിന്നെ സ്റ്റോക്ക് വന്നതിന്റെ ശരി. അപ്പൊ പഴയ ഉഷാറും ധൈര്യമൊന്നും ഇല്ല. ഇടക്കൊക്കെ ഒരു മറവിയുണ്ട്. ആ അത് എനിക്ക് മനസ്സിലായിക്കോണു. പറഞ്ഞത് ഓർമ്മ തീരല്ല. പറഞ്ഞല്ല. പിന്നെ ഞാൻ എന്നെ കാണാൻ വന്നതേ വേറൊന്നിനുമല്ല. നമ്മളെ അസ്ലമിന്റെ കാര്യം പറയാനാണ്.
ഇതൊന്ന് ശ്രദ്ധിച്ചാണ്ട് ഇപ്പോഴത്തെ കാര്യത്തില്. അത് മാത്രമല്ല, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഏർപ്പാടോ ഉത്തരവാദിത്തപ്പെട്ട പണികളോ ഉണ്ടെങ്കിൽ ഓനൊന്ന് ഏൽപ്പിച്ചാണ്ട്. ഇന്നാ ഈ കർക്കൽ കമ്പനിന്റെ ഒപ്പേ അടുത്തൊന്ന് നിൽക്കും. അത് കാക്ക അസ്ലമല്ലേ, ഓൻ അങ്ങനെ തന്നെയാണ്. ഓനെ ഇപ്പന്നെ എങ്ങനെ ചീത്ത അറിയും. പിന്നെ ഞാൻ കാര്യമായിട്ട് ഒന്നും പറച്ചില്ല. ഇപ്പൊ ഏത് കാര്യം ഏൽപ്പിച്ചാൽ വരൂല്ല ചെജ്ജൂല്ലല്ലോ, അത് ശരിയായിക്കോളും. ഓന്റെ പ്രായപ്പോ അതല്ലേ. എന്നാലും ഒന്നും കൂടെ ഒക്കെ ശ്രദ്ധിച്ചാണ്ട്. ശ്രദ്ധിക്കുന്നതല്ലേ. അതെ. പിന്നെ ഞാൻ പോരാൻ നേരത്തെ മൂത്താപ്പ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്തേ? എനിക്കൊരു പെണ്ണെട്ടി കൂടെ എന്നാ മൂത്താപ്പ ചോദിച്ചിട്ടുണ്ട്. അത് മൂത്താപ്പ പറഞ്ഞതിലും കാര്യണ്ട്. അതിപ്പോ കഴിഞ്ഞിട്ട് ഇപ്പൊ 4 കൊല്ലമായല്ലോ. പിന്നെ ഇപ്പൊ കുട്ടികൾക്കൊരു ഉമ്മാരി ആവശ്യമാണല്ലോ. നല്ല കാര്യം തന്നെയാണ് മൂത്താപ്പ പറഞ്ഞത്. ഇപ്പൊ അത് പറച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പൊ പുറത്തായിരിക്കുന്നു. അതിപ്പോ അസുമാരും കുട്ടികളൊക്കെ ഇപ്പൊ ഒന്നിട്ടുണ്ട് തന്നെ കുട്ടികളെ നോക്കാനല്ലേ. ഇവിടെ പേരെയും കൂടിയൊക്കെ പൂട്ടിയിട്ട് കാണാൻ അളിയാനൊക്കെ ഒന്നും ശരിയാവില്ലാക്ക. ടീച്ചറെ നമുക്കിന്ന് നേരത്തെ കിടക്കാം, നാളെ ജോയിൻ ചെയ്യണ്ടല്ലേ? അല്ല ടീച്ചറെ, ഞാൻ വീട്ടിലത്തെ വിശേഷമൊക്കെ ചോദിച്ചു. ഒരു കാര്യം ചോദിക്കാൻ മടിയുണ്ട്, എന്നാലും ചോദിക്കുകയാണ്. ആ ഡൈവേഴ്സ് കാര്യമൊക്കെ എന്തായി? പുള്ളി കുറേ ഡൈവേഴ്സ് തരാതെയൊക്കെ നടന്നല്ലോ. കുറേ ഞാൻ അതിന്റെ പുറകെ കൂടി കുറേ കേസും കൂട്ടമൊക്കെ ആയിട്ട് നടന്നിട്ട് അവസാനം എനിക്ക് കിട്ടിയത്. ഞാൻ കുറേ അനുഭവിച്ചു ടീച്ചറെ. പൊരുത്തപ്പെട്ടു പോകാൻ ഒരുപാട് നോക്കി, ഒരു രീതിക്കും രക്ഷയില്ലെന്നായിട്ടാണ് ഞാൻ. ആ ഒരു കാരണത്താലെ എല്ലാ ബന്ധുക്കാരും ബന്ധത്തിൽപ്പെട്ടവർ തന്നെ ആകുമ്പോൾ പ്രസിഡന്റ് ടീച്ചർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടായിപ്പോയി. ഒരു കണക്കിനുണ്ടല്ലോ, എനിക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയത് എനിക്കൊരു ആശ്വാസമാണ്. അവിടെ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം. ടീച്ചറെ, കുറച്ചൊക്കെ കാര്യങ്ങൾ ടീച്ചർ എന്നോട് മുമ്പേ പറഞ്ഞതല്ലേ. പിന്നെ അമ്മാവന്റെ മോനും അല്ലേ, കുടുംബത്തിലേക്ക് പോയെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു വെറുപ്പ് തോന്നിക്കുന്നൊരു അവസ്ഥയായിരിക്കും നമുക്ക്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യം ടീച്ചറെ, എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അമ്മോനും അമ്മായിയായിട്ടൊക്കെ ഒരു അകൽച്ച വന്നു. ബന്ധത്തിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു പ്രശ്നമായിട്ടേ തീരും. എൻ്റെ ഒരു അനുഭവം. അല്ല അസ്ലമേ, നാളെ നമുക്ക് മൂന്നാർക്കണ്ട് വിട്ടാലോ? അയ്യടാ നടക്കും തോന്നുന്നില്ല. പെരീന്ന് ചാടാൻ പറ്റില്ലടാ. പാപ്പ പെരീന്ന് ഇറങ്ങുമ്പോത്തിന് ഭയങ്കര പ്രശ്നം. കാരണവരാണെങ്കിൽ അതിനേക്കാളും. അല്ലെങ്കിൽ തന്നെ എന്നെ പറ്റി ഭയങ്കര പരാതിയാ. ഇനിയിപ്പോ ഈ ടൂറും കൂടി ആയിട്ട് ആകെ വിഷയാവും. ഇന്റെ ഒന്നും ഉണ്ടായിരുന്ന നാളെ മതിയായിരിക്കും പോരാ. ബാപ്പാൻ അങ്ങനെയൊക്കെ പറയും. ഈ നാളെ ഇടുവാ. അനക്ക് അതൊക്കെ പറയാം ചങ്ങായെ. അല്ലെങ്കിൽ തന്നെ എന്നെ പറ്റി പരാതിയാണ്. കാക്കാണെങ്കിൽ മില്ലിക്ക് വരുന്നില്ല, അത് ഭയങ്കര പ്രശ്നം. ആകെ പ്രശ്നം. അതൊന്നും പരാതിരിക്കാന്നല്ലേ. ബാപ്പാര അതൊക്കെ പറയും. നിങ്ങളെ സ്കൂളത്തെ പുതിയ ടീച്ചറല്ല വരുന്നത്? സൈനോ, നമുക്കൊന്ന് പരിചയപ്പെടണോ? നിങ്ങളൊന്ന് മുണ്ടാന്നാണ് ചങ്ങന്മാരെ. എന്റെ കാരണവരെങ്ങനെ അറിഞ്ഞു നിന്റെ പുറംപൊളി. ഇതൊന്നും ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിൽ പുതിയൊരു ടീച്ചർ വന്നിട്ട് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ അസ്ലമേ? പിച്ചുണ്ടാക്കലേ ടീച്ചറെ അവിടെ നിന്നാണേ. അല്ല ടീച്ചറെ, എന്താ നിങ്ങളെ പേര്? നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് സെലീന എന്നാണ്. അല്ല ടീച്ചറെ, നിങ്ങൾ ഒറ്റയ്ക്കാ താമസം? ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടോ? അല്ല, നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ. ഇതൊക്കെ റോട്ടിൽ നിന്ന് പറയേണ്ടതാണോ? വിശദമായിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോവാം. നമുക്ക് അവിടെ സംശയം തീർക്കാം. വാ ടീച്ചറെ. ഇവരിങ്ങനെ വരുമ്പോഴും പോകുമ്പോഴും ഓരോന്ന് പറയണ്ടല്ലോ ടീച്ചറെ. പ്രശ്നക്കാരാണോ അവര്? അയ്യോ, അത്ര വലിയ പ്രശ്നക്കാരൊന്നല്ല. ആ മാറി നിൽക്കുന്ന ആളില്ലേ, അയാള് നമ്മളെ അബുക്കാന്റെ അനിയനാണേ. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അബുക്കാനോട് പറഞ്ഞാൽ മതി.